ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വചനം. പുരുഷാരത്തിൽ ഒരുത്തൻ യേശുവിനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ഉണ്ടായ പ്രശ്നം, അത് പരിഹരിക്കുവാൻ വേണ്ടി യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു സഹോദരനെക്കുറിച്ചാണ് ഇന്നത്തെ വചനത്തിൽ നാം വായിച്ചത്. കുടുംബ വീതം വെക്കുന്നത് സംബന്ധിച്ച് ഒരു തർക്കമാണ് ഈ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്നാണ് യേശുവിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ യേശുവിൻ്റെ മറുപടി അയാളോട് ഇപ്രകാരമായിരുന്നു: എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. യേശു ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. യേശുവിന് ആ വിഷയം പരിഹരിക്കുവാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ ചോദിച്ച ഈ ചോദ്യത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന മോഹം എന്ന പാപത്തെ വിശദമാക്കുവാൻ വേണ്ടി കർത്താവ് ഒരു ദൃഷ്ടാന്തം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഭൗതികമായ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ദാഹം, അത് എല്ലാ കാലത്തുമുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമാക്കേണ്ട ആത്മീക ജീവിതം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നുള്ള യേശു കർത്താവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് നാം അത് മനസ്സിലാക്കണം. ക്രിസ്തുവിനെ പലപ്പോഴും പലരും സമീപിക്കുന്നത് ആത്മീക കാര്യങ്ങളുടെ പൂർത്തീകരണം തങ്ങൾക്ക് ലഭിക്കേണ്ടതിനല്ല, മറിച്ച് ഇതുപോലെയുള്ള ഭൗതിക വസ്തുക്കളുടെ, ഭൗതിക വിഷയങ്ങളുടെ നീക്കുപോക്കിനും പരിഹാരത്തിനും വേണ്ടിയാണ്. ഈ സംഭവം നമുക്ക് അതാണ് മനസ്സിലാക്കി തരുന്നത്. പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് ഒരുത്തൻ മുന്നോട്ട് വന്ന് തൻ്റെ സഹോദരനുമായി വസ്തുവകകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തീർക്കേണ്ടതിന് യേശു വന്ന് സഹായിക്കണമെന്നാണ് അപേക്ഷിച്ചത്. എന്നാൽ യേശു അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കുന്നു എന്ന് മാത്രമല്ല, ആത്മീക ചിന്തയിലേക്ക് ആ മനുഷ്യനെ തിരിച്ചുവിടുവാനാണ് യേശു ശ്രമിക്കുന്നത്. യേശു ഈ സംഭവത്തിന് ശേഷം സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപമ അവരോട് പറയുകയാണ്. ധനവാനായ മനുഷ്യൻ്റെ ഉപമ. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു. ആ വിളവെല്ലാം കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്താണ് തനിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ദൈവം തനിക്ക് ഭൗതികമായ ഒരു സമൃദ്ധി കൊടുത്തപ്പോൾ തീർച്ചയായും അത് ദൈവനാമ മഹത്വത്തിനായും ദുഃഖത്തിലും വേദനയിലും ഇല്ലായ്മയിലും ഇരിക്കുന്ന ആളുകളുടെ ആശ്വാസത്തിനായും വിനിയോഗിക്കേണ്ടതായിരുന്നു. എന്നാൽ ആത്മീക ചിന്തയില്ലാത്ത, ഭൗതിക വസ്തുക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ മനുഷ്യൻ്റെ ചിന്ത, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിക്കുകയാണ്. ഇന്നും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. കൂട്ടിവയ്ക്കുവാനാണ് അവർക്കിഷ്ടം. മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ പങ്കിടുവാൻ അവർക്ക് മനസ്സില്ല, കൂട്ടിവയ്ക്കുകയാണ്. എല്ലാം കൂട്ടി വെച്ചിട്ട് ഒടുവിൽ ഒന്നും അനുഭവിക്കുവാൻ കഴിയാത്തവനായി ഈ ലോകത്തിൽ നിന്ന് വെറുങ്കയോടെ പോകേണ്ടി വരുന്ന ദുരനുഭവം യേശു ഇവിടെ വിശദീകരിക്കുകയാണ്. ഞാൻ കൂട്ടിവയ്ക്കും, പാണ്ഡികശാലകൾ പണിയും എന്നൊക്കെ വിചാരിച്ച ആ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നു, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും.
പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഇത് ദൈവവിഷയമായി ഇന്നും സമ്പന്നരാകാത്ത ആളുകളോടുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണ്. ഞാൻ നിൻ്റെ പ്രാണനെ മടക്കി ചോദിച്ചാൽ, ഇന്ന് രാത്രിയിൽ ചോദിച്ചാൽ, ഈ നിമിഷം ചോദിച്ചാൽ, നീ കൂട്ടിവെച്ചത്, ഒരുക്കി വെച്ചത്, ഏറിയ ആണ്ടുകൾ നിനക്ക് കഴിയേണ്ടതിന് നീ അനേക വസ്തുവകകൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷത്തിൽ ജീവിച്ച നിന്നോട് നീ ഒരുക്കി വെച്ചത് ഇന്ന് രാത്രിയിൽ ഞാൻ നിൻ്റെ പ്രാണനെ തിരിച്ചു വിളിച്ചാൽ ആരനുഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരമാണ് പറയുവാനായിട്ട് കഴിയുക? അതുകൊണ്ട് മനുഷ്യഹൃദയത്തിൽ അധിവസിക്കുന്ന മോഹം എന്ന ഭൗതിക വസ്തുക്കളോടുള്ള, ഭൗതിക സുഖങ്ങളോടുള്ള മോഹം എന്ന പാപത്തെ ജയിപ്പാൻ കഴിയണം. ദൈവവിഷയമായി സമ്പന്നനാകണം. ഇതാണ് കർത്താവ് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം. ആത്മീക സമ്പത്ത് അത് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ദൈവികമായ വിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഓട്ടം, അതിനാകട്ടെ നമ്മുടെ മുൻഗണന. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിലാകട്ടെ നമ്മുടെ സന്തോഷം. സ്വർഗപിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ദൈവവിഷയമായി സമ്പന്നരാകുവാനുള്ള ഒരു ഉത്സാഹവും ആഗ്രഹവും പരിശ്രമവും വചനം കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.